നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നടപടികൾ വേഗത്തിലാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവനെയും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നു. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ CMRL EDക്ക് കൈമാറി. ED സമൻസിനെതിരെ CMRL MD ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചു. ED ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. വിനീത VG കൊച്ചിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട 3 ഉദ്യോഗസ്ഥരെ, CMRLന്റെ 3 ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തുന്നത്. അവരുടെ ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെ ഏതാണ്ട് 24 മണിക്കൂർ പിന്നിട്ട് ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. ഇതിനുശേഷം വീണ്ടും ശശിധരൻ കർത്തയ്ക്ക്, CMRL MD ശശിധരൻ കർത്തയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകുന്നു. ഈ നോട്ടീസ് നൽകിയത് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിനെതിരെയാണ് ശശിധരൻ കർത്ത ഹൈക്കോടതിയിൽ ഹർജിയുമായി സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ CMRL ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ ഇന്ന് സമീപിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിൽ ED പീഡിപ്പിച്ചെന്നാണ് ആക്ഷേപമുണ്ടായത്. മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്നും ആ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചുവെന്നും ഉദ്യോഗസ്ഥർ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തടങ്കലിൽ വയ്ക്കൽ ഉണ്ടായിട്ടില്ല എന്നും ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ് ഉണ്ടായതെന്നും ED ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ EDയുടെ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകാൻ കഴിയില്ലെന്നും ചോദ്യാവലി നൽകിയാൽ അതിന് കൃത്യമായി മറുപടി നൽകാമെന്നും ശശിധരൻ കർത്തയും ഈ മറുപടി ഇന്ന് കോടതിയിൽ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഹർജി വീണ്ടും വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെ EDയും CMRLും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കുന്നതിനിടെയാണ് 2 പേർക്ക് കൂടി CMRL ഉദ്യോഗസ്ഥർക്ക് കൂടി ED ഇന്ന് നോട്ടീസ് നൽകിയത്. ഈ 2 പേർക്കും ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിൽ ഒരാൾ മുൻ കാഷ്യറാണ്, CMRLന്റെ മുൻ കാഷ്യർ വാസുദേവൻ. ഒപ്പം തന്നെ ചീഫ് ഓഫീസറായിട്ടുള്ള, ചീഫ് ജനറൽ മാനേജർ ആയിട്ടുള്ള സുരേഷ് കുമാർ, P. സുരേഷ് കുമാർ എന്നിങ്ങനെ 2 പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നോട്ടീസ് അനുസരിച്ച് 2 പേരും ഇപ്പോൾ കൊച്ചിയിലെ ED ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരുടെ ചോദ്യം ചെയ്യൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ് കുമാറിനോട് ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കാനും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ CMRL ചില രേഖകൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട EDക്ക് നൽകിയിട്ടുമുണ്ട്. വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും നടപടികൾ വേഗത്തിലാക്കുന്നു ED എന്നുള്ളതാണ്. ഇപ്പോൾ മുൻ കാഷ്യർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്യുന്നു. വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതി ദിലീപിന് തിരിച്ചടി. ജില്ലാ ജഡ്ജി തയ്യാറാക്കിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുത് എന്ന ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ല എന്ന് വിലയിരുത്തിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. S. ശ്രീകാന്ത് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കോടതിയിൽ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷിമൊഴി പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് ഡിവിഷൻ ബെഞ്ചിൽ നടൻ ദിലീപ് എത്തിയത്. ഈ കേസിലെ 8ാം പ്രതി കൂടിയാണ് നടൻ ദിലീപ്. അദ്ദേഹം വാദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് ദിലീപ് പറഞ്ഞു. അതിജീവിതയ്ക്ക് മൊഴിപ്പകർപ്പ് നൽകണമെന്ന ഉത്തരവിൽ സിംഗിൾ ബെഞ്ച് തന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയില്ലെന്നും ദിലീപ് ഹൈക്കോടതിയിൽ പറയുകയും ചെയ്തു. എന്നാൽ മൗലികാവകാശം ലംഘിക്കപ്പെട്ടതിനാലാണ് താൻ ഹൈക്കോടതിയെ സമീപിച്ചതെന്നും മൊഴി നൽകില്ലെന്ന് പറയാൻ പ്രതിക്ക് അവകാശമില്ലെന്നും അതിജീവിതയും തിരിച്ചടിച്ചു. അതോടൊപ്പം തന്നെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴി അറിയാൻ ഹർജിക്കാരി എന്ന നിലയിൽ തനിക്ക് അവകാശമുണ്ടെന്നും അവർ കോടതിയിൽ പറയുകയും ചെയ്തു. വിശദമായ വാദം കോടതി കേട്ടു. ശേഷം ഇന്നിപ്പോൾ അതിജീവിതയ്ക്ക് അനുകൂലമായി കോടതിയിൽ നിന്നും ഉത്തരവ് വന്നു. ദിലീപിന്റെ ഉപഹർജി കോടതി തള്ളി. ദിലീപിന് കനത്ത തിരിച്ചടി ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉണ്ടായി. ശരി, S. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. അവസാന ലാപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ പരാതിപ്പോരും. വടകരയിലും ആറ്റിങ്ങലിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കമെന്നാരോപിച്ച് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഷാഫി പറമ്പലിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം UDF അറിവോടെയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. BJP പ്രകടന പത്രികയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നിൽ വെക്കാൻ BJPക്ക് ധൈര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ BJPക്ക് ധൈര്യമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ദീപിക മുഖപത്രത്തിൽ ഇന്നും വിമർശനമുയർന്നു.
ഇലക്ട്രൽ ബോണ്ടിന്റെ ഇരുണ്ട മൂലയിൽ ഇരുന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി അഴിമതിക്കെതിരെ സംസാരിക്കുന്നതെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുന്നു. അതേസമയം മുഖ്യമന്ത്രിക്ക് സർക്കാർ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. സർക്കാരിന്റെ നേട്ടങ്ങളെ പറ്റി മിണ്ടുന്നില്ല. മൈക്ക് പോലും മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കുക. ചിലപ്പോൾ അദ്ദേഹം തന്നെ മൈക്ക് ഒടിച്ചിടും. അത് കണ്ട് ഘടകകക്ഷി നേതാക്കന്മാർ ചെന്ന് മൈക്ക് നന്നാക്കും. ജോസ് കെ മാണിക്കുള്ള ഏക ജോലി ഇപ്പം അതാണ്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ LDF സ്ഥാനാർത്ഥി KK ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നവമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ചാണ് പരാതി. വടകര കള്ളവോട്ട് ആരോപണത്തിൽ ഷാഫി പറമ്പിലിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. KK ശൈലജയ്ക്കെതിരെ അശ്ലീലം പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്താനുള്ള UDF ശ്രമം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് UDF നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിയാതെ നടത്തുന്ന ഒന്നല്ലെന്ന് വളരെ വ്യക്തമാണ്. ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡികളിൽ നിന്നാണ് UDF പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത്. രാജ്യത്ത് BJP തരംഗമോ മോദി തരംഗമോ ഇല്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. അതിനിടെ BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ 2ാം ദിനം. ഇടതുപക്ഷത്തോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർ കുടുംബാംഗങ്ങളാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തിന് മറുപടി നൽകാൻ ഇടതുമുന്നണി ജനമഹാസാഗരം റോഡ് ഷോ സംഘടിപ്പിച്ചു. 2ാം ദിനത്തിൽ തിരുവമ്പാടിയിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറനാട്, നിലമ്പൂർ മണ്ഡലങ്ങൾ പിന്നിട്ട വണ്ടൂരിൽ സമാപിച്ചു. വിവിധയിടങ്ങളിൽ ആയിരങ്ങളാണ് റോഡ് ഷോയുടെ ഭാഗമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ രൂക്ഷ വിമർശനം. ഇടതുപക്ഷത്തോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവർ കുടുംബാംഗങ്ങളാണെന്ന് രാഹുൽ. To my brothers and sisters in the LDF, I disagree with you on ideology and I'm happy to have a discussion on ideology with you. But I want to tell you that you're from Wayanad and that means even if I disagree with you, you are like my family. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടി നൽകാൻ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ ജനമഹാസാഗരം റോഡ് ഷോ സംഘടിപ്പിച്ചു. ഇടതു സ്ഥാനാർത്ഥി ആനി രാജയ്ക്കൊപ്പം CPIM നേതാക്കളായ ബൃന്ദ കാരാട്ടും PK ശ്രീമതിയും. ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി നിരവധി പ്രവർത്തകരാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. 24 മലപ്പുറം. വയനാട്ടിൽ INLന്റെ പച്ചക്കൊടി വീശി CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. എന്തിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ രാഹുൽ പച്ചക്കൊടി ഒളിപ്പിച്ചു വെച്ചതെന്ന് ബൃന്ദ കാരാട്ട് ചോദിച്ചു. CPIMന്റെയും CPIയുടെയും ചെങ്കൊടിയും INLന്റെ പച്ചക്കൊടിയും LDFൽ ഒരുപോലെയാണെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. അമേഠിയും റായ്ബറേലിയും ഉപേക്ഷിച്ച് രാഹുൽ എന്തിനാണ് വയനാട്ടിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് എന്നും ബൃന്ദ കാരാട്ട് ചോദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഉത്തർപ്രദേശ്, തമിഴ്നാട്, ബംഗാൾ അടക്കം 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. 102 ലോക്സഭാ മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 1625 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ 134 പേർ വനിതാ സ്ഥാനാർത്ഥികളാണ്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, കിരൺ റിജിജു എന്നിവരും കാർത്തി ചിദംബരം, കനിമൊഴി, ചിരാഗ് പാസ്വാൻ, നകുൽനാഥ് എന്നീ പ്രമുഖരും ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളും ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്നു. വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നതോടെ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് മുന്നണികൾ. മണ്ഡല പുനഃക്രമീകരണങ്ങളുടെ പേരിൽ തമിഴ്നാടിനെ ദുർബലപ്പെടുത്താൻ BJP സർക്കാർ ശ്രമിക്കുകയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആരോപിച്ചു. കേന്ദ്ര നീക്കത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും MK സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് പടിവാതിക്കൽ എത്തിയിട്ടും മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൽ തർക്കങ്ങൾ അവസാനിച്ചിട്ടില്ല. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് പ്രാദേശിക നേതൃത്വം നിസ്സഹകരണം തുടരുകയാണ്. രമേശ് ചെന്നിത്തലയും PCC അധ്യക്ഷനും നടത്തിയ അനുനയ നീക്കങ്ങൾ ഫലം കണ്ടില്ല. ഇതിനിടെ വിവാദ പ്രസംഗത്തിൽ കർണാടക മുൻ മുഖ്യമന്ത്രിയും JDS നേതാവുമായ HD കുമാരസ്വാമിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി. കോൺഗ്രസിന്റെ ക്ഷേമ പദ്ധതികൾ സ്ത്രീകളെ വഴിതെറ്റിച്ചെന്നായിരുന്നു വിവാദ പരാമർശം. മാണ്ഡ്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു പ്രസംഗം. വനിതാ കമ്മീഷൻ കുമാരസ്വാമിക്ക് നോട്ടീസ് അയച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ചെന്നൈ.
തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. 24-ന്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന അഭിമുഖ പരിപാടിയിൽ ഡോക്ടർ ശശി തരൂർ നടത്തിയ പരാമർശങ്ങളിലാണ് നടപടി. പണം നൽകി വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നുവെന്ന NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരായ പരാമർശം തെളിയിക്കാൻ ഡോക്ടർ ശശി തരൂരിന് കഴിഞ്ഞില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി. അതേസമയം 24-നെതിരായ പരാതിക്കാരുടെ ആരോപണങ്ങൾ കമ്മീഷൻ തള്ളിക്കളഞ്ഞു. ഡോക്ടർ ശശി തരൂരിന്റെ അഭിമുഖം സംപ്രേഷണം ചെയ്യുക മാത്രമാണ് ചാനൽ ചെയ്തതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കരുവന്നൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുവന്നൂരിൽ കള്ളം പറയേണ്ട കാര്യമില്ലെന്നും കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം CPIM അക്കൗണ്ട് മരവിപ്പിച്ചതിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആദായ നികുതി വകുപ്പിന് മറുപടി നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കരുവന്നൂരിൽ CPIMനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ മറുപടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിമർശനം. കരുവന്നൂരിൽ തങ്ങൾക്ക് കള്ളം പറയേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പറയുന്ന കാര്യം എന്തെന്ന് പ്രധാനമന്ത്രി പരിശോധിച്ചാൽ മതിയെന്ന് ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സാധാരണഗതിയിൽ കള്ളം പറഞ്ഞ ശീലം എനിക്കില്ല. അതെങ്ങനെയാണ് ബാധകമാവുക എന്ന് അദ്ദേഹം തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളായാലും അവയെല്ലാം നടപ്പിലാക്കുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. കേരളത്തിലെ സഹകരണ മേഖലയോട് BJPക്ക് അതിൻ്റെതായ ഒരു നിലപാടുണ്ട്. കേരളത്തെ തകർക്കുക എന്ന നിലപാടിന്റെ ഭാഗം തന്നെയാണ്. ഇതിനിടെ CPIM അക്കൗണ്ട് മരവിപ്പിച്ചതിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആദായ നികുതി വകുപ്പിന് മറുപടി നൽകി. ആദായ നികുതി റിട്ടേണിൽ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച വിശദീകരണമാണ് നൽകിയത്. കേന്ദ്ര കമ്മിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് നിലപാട് അറിയിച്ചത്. 24 കൊച്ചി. സിവിൽ സർവീസസ് പരീക്ഷയിൽ നേട്ടം കൊയ്ത് മലയാളികൾ. എറണാകുളം സ്വദേശി PK സിദ്ധാർത്ഥ് രാംകുമാറിന് 4ാം റാങ്ക്. വീട്ടുകാർ അറിയാതെയാണ് സിദ്ധാർത്ഥ് പരീക്ഷ എഴുതിയതെന്ന് കുടുംബം 24നോട് പറഞ്ഞു. ആശിഷ് കുമാർ 8ാം റാങ്കും വിഷ്ണു ശശികുമാർ 31ാം റാങ്കും നേടി. ലക്നൌ സ്വദേശി ആദിത്യ ശ്രീവാസ്തവയ്ക്കാണ് 1ാം റാങ്ക്. സിവിൽ സർവീസസ് പരീക്ഷാഫലത്തിന്റെ ആദ്യ 100-ൽ ഇത്തവണ 10-ലധികം മലയാളികൾ ഇടം പിടിച്ചു. എറണാകുളം പള്ളിമുക്ക് സ്വദേശി PK സിദ്ധാർത്ഥ് രാംകുമാറാണ് ഇത്തവണത്തെ താരം. കഴിഞ്ഞ തവണ 121ാം റാങ്ക് നേടി IPS കരസ്ഥമാക്കിയ സിദ്ധാർത്ഥ് ഇത്തവണ ലക്ഷ്യം വെച്ചത് സിവിൽ സർവീസസ് തന്നെ. വലിയ സന്തോഷമെന്ന് കുടുംബം. സിദ്ധാർത്ഥ് ആക്ച്വലി ഇപ്രാവശ്യം എഴുതിയായിരുന്നെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സിദ്ധാർത്ഥ മിനിസ്ട്രി ഓഫ് ടെലികോം ആൻഡ് പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 22-ൽ IPS കിട്ടി. 23-ൽ റാങ്ക് ഇംപ്രൂവ് ചെയ്തു. പക്ഷെ റാങ്ക് ഇംപ്രൂവ് ചെയ്തെങ്കിലും അയാളുടെ ഇനിഷ്യൽ കേഡർ അലോട്ട്മെന്റ് വെസ്റ്റ് ബംഗാൾ കേഡർ ആയിരുന്നു. വെസ്റ്റ് ബംഗാൾ IPS കേഡർ അലോട്ട്മെന്റ് ദാറ്റ് റിമെയിൻ ഫൈനൽ. 24-ൽ ഇപ്രാവശ്യം ബിക്കോസ് ഹി ഗോട്ട് എ ബെറ്റർ റാങ്ക് ഐ തിങ്ക് ഹി വിൽ ബി ഏബിൾ ടു മൂവ് ഇൻടു IAS. 71ാം റാങ്ക് നേടിയ തിരുവനന്തപുരം സ്വദേശി ഫാബി റഷീദും 24മായി അനുഭവങ്ങൾ പങ്കുവച്ചു. ആദ്യത്തെ 100-നുള്ളിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷയില്ല. ബിക്കോസ് UPSC എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു 100-നുള്ളിൽ വരണം. വിഷ്ണു ശശികുമാർ 31ാം റാങ്കും അർച്ചന PP 40ാം റാങ്കും രമ്യ R 45ാം റാങ്കും കരസ്ഥമാക്കി. ബെഞ്ചോ P ജോസ് 59, കസ്തൂരി ഷാ 68, പ്രശാന്ത് S 78, ആനി ജോർജ് 93 എന്നിവരും ആദ്യ 100 റാങ്കിൽ ഇടം പിടിച്ചു. തിരുവനന്തപുരം ഫോർച്യൂൺ അക്കാദമിയിൽ നിന്ന് 25 പേരാണ് സിവിൽ സർവീസസ് റാങ്കിൽ ഇടം നേടിയത്. 24 കൊച്ചി. സുഗന്ധഗിരി മരം മുറിക്കലിൽ വയനാട് DFO ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ. ഉദ്യോഗസ്ഥർ വനം കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തു എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. മേൽനോട്ട ചുമതലകളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ മരം മുറിക്കാരിൽ നിന്ന് പണം വാങ്ങി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. വയനാട്ടിലെ വനം കൊള്ളയിൽ ഉദ്യോഗസ്ഥർക്ക് നിർണായക പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് വനം വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ട്. PCCF ഡോക്ടർ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ്. ജീവന് ഭീഷണിയാകുന്ന 20 മരം മുറിക്കാൻ പെർമിറ്റ് നൽകിയതിന്റെ മറവിൽ 216 വൻമരങ്ങൾ മുറിച്ചു കടത്തി. അതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു. ഉദ്യോഗസ്ഥർ മരം മുറിക്കാരിൽ നിന്നും പണം പറ്റിയെന്നും ഉന്നത ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാതെ സഹായിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. DFO A ഷജനയ്ക്കും റേഞ്ച് ഓഫീസർ നീതുവിനുമെതിരെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശ ചെയ്യുന്നു. ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവർക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 30ഓളം വനം ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന സ്ഥലത്ത് വൻ മരമുറി നടന്നുവെന്നത് ഏറെ ഗുരുതരമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. 18 പേരുടെ ഭാഗത്ത് നിന്ന്
ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. നിയമാനുസൃതമായി എന്തെല്ലാം നടപടികളാണോ സ്വീകരിക്കേണ്ടത് കർശനമായി തന്നെ ആ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് വിജിലൻസ് മേധാവിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. സുഗന്ധഗിരി വനം കൊള്ളയിൽ വനം വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ വടക്കൻ ജില്ലയിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിന് മന്ത്രി നേരിട്ടാണ് നേരത്തെ നിർദ്ദേശം നൽകിയത്. നമ്മുടെ നാടിന്റെ പച്ചപ്പില്ലാതാക്കാൻ, വനം കൊള്ളയടിക്കാൻ വനം വകുപ്പിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ വനം മാഫിയക്കൊപ്പമുണ്ട് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് വനം വിജിലൻസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിർണായകമായുമുള്ളത്. ഒപ്പം വയനാട്ടിലെ DFO മുതൽ ഫോറസ്റ്റ് വാച്ചർ വരെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം എങ്ങനെയാണ് ഇത്തരം വനം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത് എന്നും. ഏതായാലും ഇനി കർശനമായ നടപടിയാണ് വേണ്ടത്, ഈ നാടിന്റെ പച്ചപ്പ് സംരക്ഷിക്കാനുള്ള നടപടി. ക്യാമറാമാൻ പ്രജ്വൽ സുരേഷിനൊപ്പം ദീപക് ധർമ്മടം, 24. മലയാളികളുടെ ആഗോള ശൃംഖലയായ 24 കണക്റ്റിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമായി. പ്രമുഖ വ്യവസായി MA യൂസഫലി നിർമ്മിച്ചു നൽകുന്ന 5ൽ 3 വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങാണ് നടന്നത്. 24ന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നിർധനരായ 5 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനുള്ള പ്രഖ്യാപനമുണ്ടായത്. 24 കണക്റ്റിന്റെ ഈ ഉദ്യമത്തിന് എല്ലാ പിന്തുണയുമായി വ്യവസായി MA യൂസഫലിയും കൈകോർത്തു. 5 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം. ഇതിൽ 3 വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമായി. നിർധനർക്ക് കൈത്താങ്ങാവുന്ന 24ന്റെ ഇടപെടലിനെ അഭിനന്ദിച്ച് വ്യവസായി MA യൂസഫലി. ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങളത് തറക്കല്ലിട്ട് ആ വീടുകൾ അവർക്ക് ഉടൻ തന്നെ പണിത് കൊടുത്ത് അവിടെ താമസിച്ചിട്ട് അവർ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അതിൻ്റെ ഒരു അംശം എനിക്കും എൻ്റെ ഒരു അംശം SKയ്ക്കും നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കും അതിൽ എല്ലാ ജോലിക്കാർക്കും കിട്ടും. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് ആദ്യഘട്ടത്തിലെ വീടുകൾ ഒരുങ്ങുന്നത്. ചെങ്ങളം സ്വദേശി അലീന മോഹനും കുടുംബത്തിനുമുള്ള വീടിന്റെ നിർമ്മാണത്തിന് വിഷുദിനത്തിൽ തുടക്കമായി. തിരുവാർപ്പ് പഞ്ചായത്ത് അംഗം വിനോദ്, അസറ്റ് ഹോംസ് ചീഫ് ടെക്നിക്കൽ ഓഫീസർ L മഹേഷ്, 24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ ബിനു, ഫ്ലവേഴ്സ് 24 വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒത്തിരി സന്തോഷമുണ്ട്. വർഷങ്ങളായിട്ട് ഒത്തിരി നാളായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുമായിരുന്നു. വളരെ മോശം സാഹചര്യത്തിൽ ജീവിച്ച് ഇത്രയും മികച്ച രീതിയിൽ അവർക്ക് ജീവിതത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. ഏറ്റവും നല്ല ചലഞ്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ ഫ്ലാറ്റ് ചെയ്യുന്ന പോലല്ല, ഞങ്ങളിപ്പോൾ കായംകുളം തൊട്ട് വയനാട് വരെയുള്ള സ്ഥലങ്ങളിലാണ് 24 കണക്റ്റുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് 5 വീടുകൾ ചെയ്യുന്നത്. അതിൻ്റെ ആയിട്ടുള്ള ചലഞ്ചുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള രസവും ഉണ്ട്. ആലപ്പുഴ കായംകുളം പത്തിയൂർ സ്വദേശി രജിത്ര മോഹനും കുടുംബത്തിനുമുള്ള വീടിന്റെ നിർമ്മാണത്തിനും തുടക്കമായി. ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും വീടെന്ന് പറയുന്നൊരു സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എനിക്ക് കൈപിടിച്ചുയർത്തിയ ഫ്ലവേഴ്സ് TV, അതുപോലെ തന്നെ യൂസഫലി സാറ്, അസറ്റ് ഹോംസ്, അതുപോലെ തന്നെ SKN സാർ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അസറ്റായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു സഹായ പദ്ധതിയെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഭരണസമിതിയുമായി ആലോചിച്ച് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. സിനി കനീഷിനും കുടുംബത്തിനും വേണ്ടിയുള്ള വീട് കായംകുളം കരിയിലകുളങ്ങരയിലാണ് ഒരുങ്ങുന്നത്. അതിന് ഒരുപാട് നന്ദി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തില്ല, അതിലുപരി നന്ദി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. ഞങ്ങൾ ജീവിതത്തിൽ എന്നും ഒരു വലിയ കടപ്പാട് 24നും ഫ്ലവേഴ്സിനും യൂസഫലി സാറിനോടും ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്നും കാണും. കന്തി ഉറങ്ങുവാൻ വേണ്ടി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ആ വീടിന്റെ തറക്കല്ലിടിൽ കർമ്മം നടക്കുന്നത്. വൃക്ക തകരാറിലായിരുന്ന കനീഷിന് ഒരു വൃക്ക ദാനം നൽകിയത് അയൽവാസിയായ തുളസിയാണ്. സിനിക്കും കനീഷിനും വീടൊരുങ്ങുമ്പോൾ തുളസിയായിരുന്നു മുഖ്യാതിഥി. ഒരു 35ാമത്തെ വയസ്സിൽ തോന്നിയ ഒരാഗ്രഹം എനിക്കിത്, ഏതെങ്കിലും ഒരു അവയവം ആർക്കെങ്കിലും കൊടുക്കണമെന്ന്. പക്ഷെ അത് ഇത്രയും കൂടിയ ഡയാലിസിസ് ചെയ്ത ഒരു വ്യക്തിക്കായതുകൊണ്ട് സന്തോഷമായിട്ട്. ആദ്യഘട്ടത്തിൽ 5 വീടുകളാണ് നിർമ്മിക്കുന്നത്. ഓണത്തിന് മുമ്പ് അത് പൂർത്തീകരിച്ച് അവർക്ക് താമസിക്കാൻ കഴിയണം എന്നുള്ള താല്പര്യത്തോടുകൂടി ഞങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കൊച്ചിയിലെ അസറ്റ് ഫൗണ്ടേഷനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ ഉടൻ കൈമാറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അസറ്റ് ഫൗണ്ടേഷൻ ചെയർമാൻ സുനിൽകുമാർ V പറഞ്ഞു. വളരെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയോടുകൂടിയിട്ട് കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ ലീഗൽ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തന്നെ ഈ ചാരിറ്റി കർമ്മത്തിൽ പങ്കാളികളാവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. തൃശൂർ, വയനാട് ജില്ലകളിലെ വീടുകളുടെ നിർമ്മാണോദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ നടക്കും. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ഛത്തീസ്ഗഡിൽ മുതിർന്ന നേതാവടക്കം 18 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചു എന്നുള്ള വാർത്ത വരുന്നു. R രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ആർക്കെ വിശദാംശങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ
ഈ സുരക്ഷാ സേനയുടെ തിരച്ചിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ നടക്കുന്നു എന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരച്ചിലടക്കം നടക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സുരക്ഷാ സേന 18ഓളം മാവോയിസ്റ്റ് സംഘാംഗങ്ങളെ വധിച്ചു എന്നുള്ളതാണ് അറിയാനായി സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരച്ചിൽ നടപടികൾ മണിക്കൂറുകളോളം നിന്നതാണ്. 3 പോലീസുകാർക്ക് ഈ സംഭവത്തിനിടയിൽ ഏറ്റുമുട്ടലിനിടയിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കങ്കർ ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ മേഖല ഈ മാവോയിസ്റ്റ് ബാധിത മേഖലകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതാണ്ട് 18 മാവോയിസ്റ്റുകളെ വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സുരക്ഷാ സേന നൽകുന്ന വിവരം. ഈ മേഖലയിൽ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ അടക്കം നടന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബസ്തർ IG പി സുന്ദർരാജിന്റെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ നടപടികൾ നടന്നു വന്നത്. ഈ ഓപ്പറേഷനും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഇനി ഇന്ന് സംഭവിച്ചത് സ്മിത ഹരിദാസ്. നമസ്കാരം.